crochet. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ടിഷ്യൂ ബോക്സ് കവറിനെ നമ്മളൊരു സോഫയുടെ ഷേപ്പ് കൊടുത്ത് ഒരു ഷോ പീസ് ആക്കി മാറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ടിഷ്യൂ ബോക്സ് സോഫയുടെ സൈഡ് കുഷൻസ് ആണ്. അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചെയിൻസ് വെച്ചാണ്. സ്ലിപ്പ് നോട്ട് 16 ചെയിൻസ് പ്ലസ് ഒരു 2 ചെയിൻ നമ്മുടെ റിട്ടേണിങ് ചെയിൻ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 18 ചെയിൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ 18 ചെയിൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് ചെയിൻ തൊട്ട് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് മാത്രമേ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 2 നമ്മുടെ റിട്ടേണിങ് ചെയിൻ ആണ്. തേർഡ് തൊട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ 16 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് കിട്ടുന്നതാണ്. നമ്മൾ ചെയിൻ 3നെ ഒരു സ്റ്റിച്ചായിട്ട് കൂട്ടുന്നില്ല. അപ്പം ഞാനിവിടെ 16 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പാറ്റേണിന് വേണ്ടി ബാക്ക് ലൂപ്സിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ചെയിൻ 1 നമ്മൾ സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിട്ടേണിങ് ചെയിൻ 1 ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടിഷ്യൂ ബോക്സിന്റെ വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് ഈ റോസ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എത്ര റോസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ഈ റൗണ്ട് റിപ്പീറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സൈഡ് കുഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള വിഡ്ത്ത് ആയിട്ടുണ്ട്. ഫസ്റ്റ് റോ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഈ സൈഡിലുള്ള ക്ലോസിങ്ങിനുള്ള എളുപ്പത്തിന് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് റോ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നത്. ചെയിൻ 2 ഓരോ ബാക്ക് ലൂപ്പിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പം നമ്മൾ റോയിൻ്റെ എൻഡിൽ എത്താറായിട്ടുണ്ട്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ചെയിൻ 1 ചെയ്ത് നമുക്ക് യാണിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇച്ചിരി നീളത്തിൽ യാൺ വെച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നത്. ഈ സൈഡ്സും ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് പോകും. ആവശ്യത്തിന് ഫൈബർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മുടെ 2 കുഷൻസ് ഇവിടെ സൈഡ് കുഷൻസ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടൈറ്റായിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ടിഷ്യൂ ബോക്സ് സോഫ കവറിൻ്റെ ബാക്കിലേക്കുള്ള പീസിന് നമ്മൾ ഏകദേശം ഒരു 3 ഇഞ്ച് വരാൻ പാകത്തിന്, വിഡ്ത്ത് വരാൻ പാകത്തിന്, നിങ്ങളുടെ ഏത് യാണാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു 3 ഇഞ്ച് വിഡ്ത്ത് വരാൻ പാകത്തിനും, പിന്നെ നിങ്ങളുടെ എടുക്കുന്ന ടിഷ്യൂ ബോക്സിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചും ഉള്ള റോസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ആണ് ഓരോ റോയിലും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കുഷൻ എഫക്റ്റ് കിട്ടണമെങ്കിൽ സൈഡിലും ഒരു ചെറിയ ഹൈറ്റ് വേണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സ്റ്റിച്ചിലും ഓരോ
ഡബിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. ചുറ്റും 4 സൈഡും ഓരോ ഡബിൾ ക്രോഷേ വെച്ച്. അപ്പം അതിനായി ചെയിൻ 3, ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വെച്ച്. നോക്കുമ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചുകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ഓരോ ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യാം. ഈ രീതിയിൽ ചുറ്റും നമുക്ക് ഡബിൾ ക്രോഷേസ് ചെയ്ത് കഴിഞ്ഞ് നോക്കാം എങ്ങനെയാണ് മുന്നോട്ട് വർക്ക് ചെയ്യാന്ന്. അപ്പം ഞാനിവിടെ ഡബിൾ ക്രോഷേസ് ഓരോ റൗണ്ട് ഡബിൾ ക്രോഷേസ് ചെയ്ത് ഇവിടെ എത്തിച്ച് ജോയിൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അപ്പം നമുക്ക് ഒരു സൈഡിനുള്ളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി ചെയ്ത് ഇതിനെങ്ങനെയാണ് ജോയിൻ ചെയ്ത് ഒരു ബാക്ക് റെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ സൈഡിനുള്ളത് ചെയ്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ 2 പീസസും ജോയിൻ ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുഷൻ്റെ ലോവർ പോർഷനിൽ എത്തുന്നത് നമ്മൾ ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുള്ളൂ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഓരോ സ്റ്റിച്ചിനെയും ജോയിൻ ചെയ്ത് പോവാം. ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടുന്നതാണ്. നമ്മുടെ സൈഡ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ, ചെയിൻ 1, തൊട്ടടുത്ത സ്റ്റിച്ച്. നമ്മൾ സ്റ്റിച്ചുകളൊന്നും സ്കിപ്പ് ചെയ്യുന്നില്ല, പക്ഷെ ഇടയ്ക്ക് ഓരോ ചെയിൻ 1 ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ഇനി ബാക്കി 3 സൈഡും ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ എല്ലാ സൈഡ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇച്ചിരി കൂടി ബാക്കിയുണ്ട്. അതിന് മുന്നേ നമുക്ക് ഫൈബർ ഫില്ല് ചെയ്യാം. ഒരുപാട് ടൈറ്റായിട്ട് ഫില്ല് ചെയ്യണമെന്നില്ല. ഇനി ഈ സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് നമുക്ക് ഫിനിഷ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിന് ഒരു ബാക്ക് കുഷൻ്റെ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ സ്പേസിൽ നമ്മളൊന്ന് ടൈറ്റൻ ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഒരു നീഡിൽ നിന്ന് ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. രണ്ട് സൈഡ് കുഷൻസും ബാക്ക് റെസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ സാധാ സ്റ്റിച്ചിങ് നീഡിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ബേസിക് കവറുമേലേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോഫ ടിഷ്യൂ ബോക്സ് കവർ ഇവിടെ റെഡിയാണ്. ഇതിനെ ഒന്നും കൂടി ഭംഗിയാക്കണമെങ്കിൽ നമുക്ക് ടോയ് കുഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ടോയ് കുഷൻസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ
Take care.